ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി പിടിയിൽ. ഒളിവിലിരുന്ന പ്രതി ബെയിലിൻദാസിനെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത്. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഈ സംഭവം നടന്നിട്ട് 3 ദിവസം പിന്നിടുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ പ്രതി നൽകിയിട്ടുമുണ്ടായിരുന്നു. അതിനിടയിലാണ് പിടിയിലായത്. എവിടെ വെച്ചാണ് പിടികൂടിയത്? കഴിഞ്ഞ 2 ദിവസമായിട്ടും പ്രതി ഒളിവിൽ തന്നെയായിരുന്നു. സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻദാസ് ആയിരുന്നു ഈ അങ്ങനെ ഒളിവിൽ പോയത്. ജൂനിയർ അഭിഭാഷകയായിരുന്ന ഷാമിലിയെ മർദ്ദിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് പോലീസ് പലയിടത്തായിട്ട് പരിശോധിച്ചെങ്കിലും ഇയാൾ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോ വൈകുന്നേരം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള സ്റ്റേഷൻ കടവിൽ നിന്നാണ് ആ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. വഞ്ചൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയെ പിടികൂടിയത് തുമ്പ പോലീസാണ്. നിലവിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ബെയിലിൻദാസ് ഉള്ളത് തുമ്പ പോലീസ് സ്റ്റേഷനിലാണ്. നമുക്കറിയാം, അതിക്രൂരമായിട്ടായിരുന്നു ഈ ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള ഷാമിലിയെ മർദ്ദിച്ചത്. മുഖത്ത് 2 തവണ അടിക്കുകയും അതിനുശേഷം മോപ്സ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ശരീരത്തിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ഷാമിലി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാത്രമല്ല, മുമ്പ് ഗർഭിണിയായിരുന്ന സമയത്തടക്കം ബെയിലിൻദാസ് ഇതുപോലെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് മൊഴിയടക്കം നൽകിയിരുന്നു. ഇപ്പോഴത്തെ ഈ മർദ്ദനം അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കൊക്കെ വഴി തെളിച്ചിരുന്നു. നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ നിയമലംഘകരായിട്ട് വരുന്നു എന്നുള്ള വലിയ വിമർശനമൊക്കെ വന്നിരുന്നു. ഇന്ന് രാവിലെയും അടക്കം പ്രതിപക്ഷം ഭരണപക്ഷം ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. നിയമമന്ത്രി തന്നെ നേരിട്ട് ഷാമിലിക്ക് പിന്തുണയുമായിട്ട് വഞ്ചിയൂർ കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ പക്ഷേ പോലീസിന് പ്രതി പിടികൂടാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ തന്നെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തുമ്പ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. തുമ്പ പോലീസാണല്ലോ പ്രതിയെ പിടികൂടിയത്. ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെയാണ്? ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടല്ലോ. ഈ സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ടും ഷാമിലി അവിടെയാണ് പരാതി നൽകിയത് കൊണ്ടും ഒരുപക്ഷെ പ്രതിയെ ഇന്ന് തന്നെ തുമ്പ സ്റ്റേഷനിൽ നിന്ന് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ വൈദ്യപരിശോധനയും അതുപോലെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടുപോകുന്നത്. സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒരുപാട് എതിർപ്പുകൾ ഉന്നയിക്കുകയും ചെയ്ത കേസായതുകൊണ്ട് തന്നെ വളരെ വിവാദമായ ഒരു കേസായതുകൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ട് പോലീസിന് പ്രവർത്തിച്ചേ മതിയാകൂ. നേരത്തെ ചെറിയ വകുപ്പുകളൊക്കെ ചുമത്തുകയാണ് ചെയ്തത്. അതൊക്കെ തന്നെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് മൊഴിയും മറ്റുമൊക്കെ രേഖപ്പെടുത്തി കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടത്തി മാത്രമേ പോലീസ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ. എന്തായാലും പ്രതിയെ തുമ്പ സ്റ്റേഷനിൽ നിന്ന് വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. സനൂപ്, അതുപോലെ 2 ദിവസമായിട്ടും പ്രതിയെ പിടികൂടിയില്ല പോലീസ് എന്നുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ എവിടെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായത്? കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സ്റ്റേഷനിൽ നിന്ന് തുമ്പ പോലീസ് പിടികൂടി എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ഒളിവിലായിരുന്നു എന്ന് പറയപ്പെട്ടെങ്കിലും നഗരത്തിൽ നിന്ന് പോലും ഈ പ്രതി പുറത്തു പോയില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം സ്റ്റേഷൻ കടവ് എന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. കഴക്കൂട്ടം പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് ഈ സ്റ്റേഷൻ കടവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്തു നിന്നാണ് തുമ്പ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത്. അതായത് നഗരത്തിൽ നിന്ന് തന്നെയാണ് ബെയിലിൻദാസിനെ പിടികൂടി എന്നുള്ള വിവരമാണ് കൈമാറേണ്ടത്. അതായത് 2 ദിവസം ആയിട്ട് പോലീസ് ഇത്രയും അന്വേഷണമൊക്കെ നടത്തിയിട്ടും തുടക്കത്തിൽ ഈ ബെയിലിൻദാസിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ഈ നഗരത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇത്രയും വിമർശനം കേട്ടതിന്റെ ഭാഗമായിട്ട് തന്നെ പോലീസ് ഊർജ്ജമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയെന്ന് പറയേണ്ടി വരും. അതിന്റെ ഇടയിൽ തന്നെ ഇപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അഡ്വക്കേറ്റ് ബെയിലിൻദാസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. തുടർ നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഏത് രീതിയിലായിരിക്കും സനൂപ്? ഈ ദുർബല വകുപ്പുകളാണ് ചുമത്തി എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകളടക്കം ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. സമൂഹത്തിന്റെ നാനാ ദിക്കിൽ നിന്നുള്ള പിന്തുണ അഡ്വക്കേറ്റ് ഷാമിലിക്ക് ലഭിക്കുകയുണ്ടായി. കാരണം ചെറിയ ഒരു മർദ്ദനമല്ല, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു എത്ര ക്രൂരമായിട്ടാണ് ഒരു യുവതിയെ ഒരു അഭിഭാഷകയെ മർദ്ദിച്ചു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ പിന്തുണയുമായിട്ട് എല്ലാ രംഗത്തുള്ളവരും ഉണ്ടായിരുന്നു. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ലെന്ന് ഉള്ള താക്കീത് കൂടി നിയമമന്ത്രി കോടതിയിലെത്തി പിന്തുണ അറിയിച്ചതിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. എന്തായാലും ആദ്യം അറിയേണ്ട തുമ്പ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴായിരിക്കും വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൃത്യമായി ഇയാളെ എപ്പോഴാണ് പിടികൂടിയത് സനൂപ? നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം
വൈകുന്നേരത്തോടു കൂടിയാണ് പ്രതിയെ ഈ സ്റ്റേഷൻ കടവിൽ നിന്ന് പിടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഏതെങ്കിലും വീട്ടിൽ ഒളിവിൽ കഴിയവേ ആണോ എന്നുള്ള കാര്യമൊക്കെ ഇനി നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രാദേശിക ലേഖകനടക്കം അങ്ങോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. പോലീസിൽ നിന്ന് ബന്ധപ്പെടാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പിടികൂടി, കൃത്യമായിട്ട് എവിടെയായിരുന്നു, ഒളിവിലായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും 2 ദിവസത്തിന് ശേഷം ഈ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ പിടികൂടി എന്നുള്ള കാര്യം തന്നെയാണ്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി അഡ്വക്കേറ്റ് ബേലിൻ ദാസ് പിടിയിലായിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സംഭവം നടന്ന് 3 ദിവസം പിന്നിടുകയാണ്. 3 ദിവസത്തിനിപ്പുറവും ഇയാൾ ഒളിവിൽ തന്നെ കഴിയുകയായിരുന്നു. ഈ ഒളിവിലിരുന്ന് പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ടായിരുന്നു. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. തുമ്പ പോലീസാണ് പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും തുടർ നടപടികൾ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. RB സനൂപ് തുടരുന്നുണ്ട്. സനൂപ്, നിലവിൽ ഇപ്പോൾ ഇയാൾ തുമ്പ സ്റ്റേഷനിലാണോ?